എക്സ്റ്റൻഷൻ എത്തിയത്. നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അപ്പോൾ ഇതിൽ സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുന്നുള്ള ഊഹാപോഹമാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ശബരിമലയിൽ ഈ ചെമ്പ് പൂശാനായിട്ടുള്ള സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. അപ്പോൾ പുള്ളി സ്പോൺസർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളിയുടെ ഫണ്ട് എടുത്തിട്ടാണെന്ന്. അങ്ങനെയല്ല, പുള്ളി അത് ആ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ വരുന്നു. എന്നിട്ട് പുള്ളി ഈ ഭക്തരായിട്ടുള്ള റിച്ചായിട്ടുള്ള ആളുകളെയൊക്കെ സമീപിക്കുന്നു. ഞാനാണിതിങ്ങനെ പൂശുന്നത്, അപ്പോൾ അതിനൊരു തുക വരും, അപ്പോൾ അത് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു 10 പേരോ 100 പേരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ആൾ കാശ് മേടിച്ചിട്ടുണ്ടാവും അത് പൂശേണ്ട കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആൾക്കാർ മുഴുവൻ സ്പോൺസർ ചെയ്യുന്ന അതിൻ്റെ ഒരു കാശ് അവർ കൊടുത്തിട്ടുണ്ടാവും. പുള്ളി അത് ഒരു പ്രാവശ്യമാണത് പൂശിയിട്ടുണ്ടാവുക. അതിപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയ്ക്കാണത് പൂശിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്കാണ് പൂശിയെന്ന് വിചാരിക്കുക. ആ 1 കോടി രൂപ ആൾ ചിലപ്പോൾ 100 ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും. ഇവരവിടെ വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് കയറ്റാനുള്ള കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് കയറ്റി കൊണ്ടുവന്നിട്ട് ഇത് പൂശിയിരിക്കുന്നു, നിങ്ങളുടെ കാശിനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ആവേശിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പരിപാടിയാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സർക്കാർ എപ്പോഴും അഴിമതികൾ നടത്തുക, പേപ്പർ വർക്ക് കൃത്യമാക്കി വെച്ചുകൊണ്ടാണ്. അതാണ് ഇപ്പോൾ ശബരിമലയിൽ അവർ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് പോകുമ്പോൾ അത് ചെമ്പാന്ന് എഴുതുന്നു, അവിടെ അവർ റിസീവ് ചെയ്തത് ചെമ്പാണ്. ഇതിൻ്റെ ഇടയിൽ ചെമ്പ്, അതിൻ്റെ ഇടയിൽ ഗോൾഡ് പോയി.